നമുക്കൊപ്പം VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നമുക്കൊപ്പമുണ്ട്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ മകൻ ശിവജി ഇന്നലെ പൂവാർ പോലീസിൻ്റെ പിടിയിലായിരുന്നു. MDMAയുമായാണ് ശിവജി പിടിയിലായത്. വളരെ കുറച്ചാണ് അളവുണ്ടായിരുന്നതെങ്കിലും ജാമ്യത്തിൽ വിട്ടുവെങ്കിലും ഈ വിഷയം ഇന്നലെ വിഷ്ണുപുരം ചന്ദ്രശേഖരന് ഇന്നെങ്ങനെ പ്രതികരിക്കുമെന്നറിയാൻ നമുക്കൊരു കൗതുകമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മകനെയാണ് രാസലഹരിയുമായി പിടികൂടിയിരുന്നത്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് കണ്ടു. ഒരു രീതിയിലും മകനെ ചന്ദ്രശേഖരൻ ന്യായീകരിക്കുന്നില്ല ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്നതാണ് ഏറെ പ്രത്യേകതയായി തോന്നിയത്. മാതൃകാപരമായിരുന്നു ആ നിലപാട്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, നമസ്കാരം. ഗുഡ് മോർണിംഗ്. നമസ്കാരം. തീർച്ചയായിട്ടും ഞാൻ ആ കേസിൻ്റെ ഡീറ്റെയിലിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നില്ല. അത് കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. ജാമ്യത്തിൽ മകൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് ആ വഴിക്ക് നീങ്ങട്ടെ. പക്ഷേ ഇത്തരം കേസ് വരുമ്പോൾ സാധാരണ രക്ഷിതാക്കൾ മക്കളെ രക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ മക്കളെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരലാണ് കണ്ടത്. ആലപ്പുഴയിൽ നമ്മളൊരു സംഭവം കണ്ടു. പോലീസിനെയോ എക്സൈസിനെയോ ഒക്കെ കുറ്റം പറഞ്ഞും എൻ്റെ മകൻ അത് ചെയ്യില്ല എന്ന് പറഞ്ഞുമാണ് രംഗത്ത് വരുന്നത്. പക്ഷെ താങ്കൾ അങ്ങനൊരു നിലപാടെടുത്തില്ല. അതെന്താണ് കാരണം ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ? എൻ്റെ മകനെന്നുള്ളതല്ല, അത് സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന വലിയൊരു വിപത്താണ്. അതിലെൻ്റെ മോഹനും കൂടി പെട്ടു എന്ന് മനസ്സിലാക്കി. ഒരു വൈകിപ്പോയി. പക്ഷേ കൂട്ടുകാരും ഇവരുടെ കൂട്ടുകാരെല്ലാം മക്കളുടെ കൂട്ടുകാരൊക്കെ അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിൽ ലഹരിയുമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ മോനുമായിട്ട് സംസാരിച്ചു. 27 വയസ്സേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ 1 വർഷമായി. ഒരു LLM ഉള്ളൊരു കുട്ടിയെ കല്യാണം കഴിച്ചു. ഞാനും തിരക്കിട്ട് ഓടുന്ന സമയത്ത് മകൻ്റെ കാര്യം എൻ്റെയും വീഴ്ചയുണ്ട്. നേരെ ശ്രദ്ധിച്ചില്ല. അറിയാനുള്ള ഒരു മാർഗവും ഇല്ലായിരുന്നു. ഇന്നലെ എൻ്റെ ഭാഗ്യമെന്ന് പറയാൻ 2 ദിവസത്തിന് മുമ്പേ പൂവാർ വെച്ച് പിടിച്ചു. ജാമ്യം ഇറങ്ങി വരികയും ചെയ്തു. അതിന് ശേഷമാണ് ഞാനിത് അറിയുന്നത്. അറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലെ വാർത്തയൊക്കെ വന്നപ്പോൾ പലരും പറഞ്ഞു ഇവൻ്റെ കൂട്ടുകെട്ടും അത്ര ശരിയല്ല. ഈ കൂട്ടുകാരുടെ പേരുകളൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ അവരും അത്ര ശരിയല്ല. എൻ്റെ മോനും ശരിയല്ല. പലരും. ഇന്ന് എൻ്റെ മോനുമായിട്ട് ഞാൻ സംസാരിച്ചു. അവൻ ഇത് പറഞ്ഞതനുസരിച്ച് ഒരുപാട് വിവരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ജില്ലയ്ക്കകത്ത് ഒരുവിധം വിദ്യാർത്ഥികളായിട്ടുള്ള 10,000-ഓളം ആളുകൾ ഇത്തരത്തിൽ അടിമയെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആ പേരുകൾ ഞാൻ കളക്ട് ചെയ്തിട്ട് ഇവിടുത്തെ ഒരു ഉയർന്ന പോലീസ് ഓഫീസർക്ക് ഞാൻ അത് കൈമാറും. എൻ്റെ മകൻ ഇന്ന് എൻ്റെ മുന്നിൽ പറഞ്ഞ കുറ്റസമ്മതം, ഇനി എൻ്റെ ജീവിതത്തിൽ 27 വയസ്സ് എനിക്കിനി ജീവിക്കാൻ, ഞാൻ ചെയ്ത എല്ലാം തെറ്റാണ്, എൻ്റെ കൂട്ടുകാരൊക്കെ തെറ്റാണ്, ഞാനും തെറ്റ് ചെയ്തിരിക്കുന്നു, ഞാൻ തിരുത്തുമെന്ന് പറഞ്ഞു. അച്ഛനെന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. അവൻ പറഞ്ഞ വാക്കുകൾ സത്യമാണെങ്കിൽ ഞാൻ അങ്ങേറ്റം വരെ അവനെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമം ആരംഭിക്കും. അല്ലാതെ അവൻ ചെയ്തത് തെറ്റ്, അവൻ്റെ കൂട്ടുകാരാണ് അവനെ ചതിച്ചു, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എന്നോട് പലരും വിളിച്ച് ചോദിക്കുന്നു പോലീസ് കുരുക്കിയതാണോ? ഇല്ല, എനിക്ക് ആ പോലീസുകാരെ അറിയില്ല. പോവാറ് അവർ ചെയ്തതിന് ഞാൻ നന്ദി പറയുന്നു. കാരണം സ്വാഭാവികമായിട്ട് ഇപ്പോൾ അത് പോലീസ് കൊണ്ടുവന്നില്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഒരു പക്ഷേ ഇവൻ വലിയൊരു വിപത്തിലേക്ക് പോകുമായിരുന്നു. അത് ആ പോലീസിന് ഞാൻ നന്ദി പറയുകയാണ്. അവരുടെ ഡ്യൂട്ടി ചെയ്തു. പിന്നെ ചാനലുകൾ എല്ലാ ചാനലും MDMAയ്ക്കോ അല്ല ശിവജിക്കോ ഒന്നും അല്ല പ്രാധാന്യം. അതിൽ 2 or 4 പേരുണ്ടായിരുന്നൊന്നും അല്ല. VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, VSDP നേതാവ് തന്നെയാണ് ഞാൻ. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എൻ്റെ ജീവിതത്തിൽ ലഹരി എന്നുള്ള കാര്യങ്ങൾക്ക് ഞാൻ ആയിരക്കണക്കിന് ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കറിയാം ഞാൻ മാറ്റിയെടുത്ത്. എത്രയോ കുടുംബക്കാർ മക്കളെ എന്നെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ അച്ഛന് എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഈ ഒരു വീഴ്ച വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ അവൻ തിരുത്താമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പൂർണ്ണമായിട്ട് ഞാൻ അവനെ തിരുത്താൻ വേണ്ടി ശ്രമിക്കും. അച്ഛനെന്നാൽ എൻ്റെ മോനൊരു നല്ല കാര്യം ചെയ്താൽ എൻ്റെ മോനും, എൻ്റെ മോന് മോശം ചെയ്താൽ എൻ്റെ മോനല്ല എന്നുള്ളൊരു ചിന്താഗതിയല്ല. തെറ്റ് തന്നെ. നമ്മൾക്ക് തൊട്ടു മുമ്പിൽ ആലപ്പുഴയിൽ ഒരു കേസുണ്ട്. അവിടെ ഇങ്ങനെ പിടിച്ച എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ നീങ്ങുകയാണ് അതുമായി ബന്ധപ്പെട്ടയാൾ, ഒരു MLA. അപ്പോൾ ആ വിഷയം അവിടെ നിൽക്കുമ്പോഴാണ് താങ്കൾ ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളത് മാതൃകാ
മാതൃകാപരമാണ്. കാരണം ഇതിൽ ന്യായങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് പറയാം. കാര്യം ഇതിൽ ഗ്രാമം ചെറുതല്ലേ ഉണ്ടായിരുന്നുള്ളൂ, സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയതാണ്, എൻ്റെ മകനെ കുടുക്കിയതാണെന്നൊക്കെ താങ്കൾ പറയാം. പക്ഷേ താങ്കൾ അതിന് നിന്നില്ല എന്ന് മാത്രവുമല്ല, അത് ഗുരുതരമായൊരു വിപത്തിലേക്കാണ് താങ്കളുടെ മകനും വന്നു പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നു. 27 വയസ്സുണ്ട്. താങ്കൾക്ക് എങ്ങനെയാണ് നിയന്ത്രിക്കാൻ കഴിയുക എന്ന് എനിക്കറിയില്ല. കാര്യം അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹം ഒരു കുടുംബം സ്വന്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നയാളാണ്. മകനുമായി സംസാരിച്ചപ്പോൾ ഇതിൻ്റെ വരവും ഇതിൻ്റെ സപ്ലൈയെക്കുറിച്ചും എന്തെങ്കിലും ധാരണകൾ കിട്ടിയിട്ടുണ്ടോ വിഷ്ണുപുരം? എനിക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഗ്രാമങ്ങളിലെ എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായിട്ട് ഇത് സപ്ലൈയും കാര്യങ്ങളും അങ്ങനെയുള്ള കുറേ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ ഒരു മാനസികമായിട്ട് എൻ്റെ ഈ വീഴ്ചയിൽ എനിക്ക് മനപ്രയാസമുണ്ടല്ലോ. 1-2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യറിയപ്പെട്ട ഒരു പോലീസ് ഓഫീസറെ കണ്ടിട്ട് ആ വിവരങ്ങൾ കൈമാറും. എന്തായാലും ഒരു കാര്യം പറയാം, ഈ ജില്ലയിൽ ഒരു വലിയ വിഭാഗം ആളുകൾ ഇത്തരത്തിൽ എൻ്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ പെട്ടിട്ടുണ്ട്. അതിൽ നല്ല കുട്ടികളും നല്ല കുടുംബക്കാരും ഒക്കെ ഉണ്ട്. ഇന്ന് രാവിലെയും 2 മണിക്കൂർ സംസാരിച്ചു. ഇന്നും എൻ്റെ കൂട്ടത്തുണ്ട്. ഞാൻ അവനെ ഉപേക്ഷിച്ചിട്ടില്ല. കാരണം എൻ്റെയും കൂടി തെറ്റാണ്, ഞാൻ സത്തക്കുറവ്. അവനെ യാത്ര ചെയ്യും, കൂട്ടുകാരൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ പിടിച്ചൊന്നും നോക്കാറില്ലല്ലോ. എന്തായാലും ഒരുപാട് ആളുകളെ ഈ ലഹരിയിൽ നിന്ന് മോചിപ്പിച്ച ഞാൻ, എൻ്റെ മോൻ എനിക്ക് തന്ന വാക്ക് പാലിച്ചാൽ ഞാൻ അവനെയും മോചിപ്പിക്കും. അവൻ്റെ കൂട്ടുകാരായിട്ട് ഈ കിട്ടിയ ലിസ്റ്റ് അനുസരിച്ച് എഴുതിയാൽ തീരാത്ത പേരും ആളുകളും ഒക്കെ കൊണ്ട് ആരെയും പറയുന്നില്ല. പക്ഷേ അവരെ ഞാൻ മോചിപ്പിക്കാനുള്ള പരിശ്രമം ഈ നിമിഷം മുതൽ തുടങ്ങും. താങ്ക് യു വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. ഒരു അച്ഛൻ എന്ന നിലയിൽ, ഒരു നേതാവ് എന്ന നിലയിൽ താങ്കൾ ഇപ്പോൾ എടുത്ത ഈ നിലപാട് വളരെ മാതൃകാപരമാണ്. മകനെ ന്യായീകരിക്കുന്നതിനുമപ്പുറം മകനെ വിളിച്ചിരുത്തി ചോദിച്ച് ആ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് തുറന്നു പറയൽ മാത്രമല്ല, അതിൽ പെട്ടിരിക്കുന്ന ആളുകളെ കൂടി മോചിപ്പിക്കാൻ നിങ്ങൾ എടുത്തിരിക്കുന്ന നിലപാടിന് ഐക്യദാർഢ്യം നമ്മളും നേരുകയാണ്. താങ്ക് യു വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നമുക്കൊപ്പം ചേർന്നതിന്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ നിലപാട് ആ അർത്ഥത്തിൽ ശ്ലാഘനീയമാണ്. അത്തരം നിലപാടുകൾ സ്വീകരിക്കണം നമ്മൾ. ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞത് ഓർമ്മിക്കുന്നില്ലേ? കുഞ്ഞുകുട്ടികൾ ചെറിയ കളവ് ചെയ്യുമ്പോൾ അവനെ ന്യായീകരിച്ചു തുടങ്ങുന്ന അമ്മയും അച്ഛനും അവനെ ഒരു കൊടും കുറ്റവാളിയാക്കുന്ന ഒരു വലിയ ട്രെയിനിങ്ങിലാണുള്ളത് എന്നത് മനസ്സിലാക്കുക. അങ്ങനെ പറഞ്ഞു തീർന്നാൽ ഒടുവിൽ പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ട് അവൻ നമുക്ക് നേരെ വിരലുയർത്തും. നിങ്ങൾ ആ സമയത്ത് എന്നെ നോക്കിയിരുന്നെങ്കിൽ, എന്നെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞുവിടാൻ കഴിയില്ല. അതിനെ ന്യായീകരിച്ച് കവചം തീർക്കുകയല്ല വേണ്ടത്. പിടിമുറുക്കിയിരിക്കുന്ന ലഹരി വിപത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കണം. ചിലർ കണ്ടുപഠിക്കണം വിഷ്ണുപുരം എടുത്ത ഈ നിലപാട്.